ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം നമ്മൾ ഇന്നൊരു പുതിയ മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കിറ്റ്, മാലയുടെ കിറ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇത് ഹെയർ ബാൻഡിൻ്റെ ഒരു മെറ്റീരിയൽ കിറ്റ് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ കിറ്റാണ് കേട്ടോ അത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഏതൊക്കെ മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെറ്റീരിയൽ കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കിറ്റിനകത്ത് 8 ഹെയർ ബാൻഡ്സ് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഹെയർ ബാൻഡ്സ് ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടൈപ്പ് നമ്മൾ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ചാനലിലും നമ്മളിതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമ്മൾ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള റെഗുലറായിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഇപ്പോഴും കിട്ടും കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുകയെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് കിട്ടാൻ ചാൻസ് കുറവാണ്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് അതുപോലെ തന്നെ ഒരു ലാവൻഡർ തീമിൽ മൾട്ടി കളറിലുള്ള ഫ്ലോ ബീഡ്സ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലോ ബീഡ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലോയിങ് പേസ്റ്റൽ ബീഡ് ഉപയോഗിച്ചിട്ട് വയർ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ ജെല്ലി ഫ്ലോ ബീഡ്സ് വെച്ചിട്ടും നമ്മൾ വയർ ബോയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നോർമൽ 8 mm ബീഡ്സ് വെച്ചിട്ടും ഒപ്പാക്ക് 6 mm ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയോണ്ടിരിക്കുന്ന ഈ ഒരു സെൻറ്റർ സ്റ്റോൺ അല്ലെങ്കിൽ 3 ബീഡ്സ് വരുന്ന ഒരു സ്റ്റോണില്ലേ, അത് ഇതുപോലെ മൾട്ടി കളറിൽ നമ്മൾ സാറ്റിൻ റാപ്പ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നമ്മുടെ അക്രിലിക് സ്റ്റോണുകൾ ഉണ്ടായിരുന്നു, അതിൽ ഈ ഒരു ട്രയാങ്കിൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗോൾഡൻ ഹെയർ ബാൻഡ് ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസും ഷെയർ ചെയ്ത് തരാം. പിന്നെ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ ബബിൾ ബീഡ് അല്ലെങ്കിൽ അൻഗുര ബീഡിൻ്റെ സിംഗിൾ കളർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്കൈ ബ്ലൂവും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഒരു പക്ഷേ പിങ്ക് സ്റ്റോക്ക് ഔട്ട് ആവുക എന്നുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇതുപോലെ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ള നമ്മൾ ഈ ഒരു ഫ്രോസ്റ്റ് ഫ്ലവർ ബീഡ് വെച്ചിട്ട് പേർപ്പിൾ ഷെയ്ഡ് തന്നെ ആയിരിക്കും കിറ്റിനകത്ത് ഉണ്ടാവുക. ഈ ഒരു ലീഫും സ്റ്റോണൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഹെയർ ബാൻഡ്സാണ് ഈ ഒരു കിറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കൈ നിറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ട്. ഇതിനകത്തുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ 4 വയർ ഹെയർ ബാൻഡ്സ് ഉണ്ടാവും. വയർ ഹെയർ ബാൻഡ്സ് വരിക നിക്കൽ ഷെയ്ഡ് ഉണ്ടല്ലോ, അതായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. കാരണം കോപ്പർ നമ്മുടെ അടുത്ത് കറൻറ്റ്ലി സ്റ്റോക്ക് ഔട്ടാണ്. പിന്നെ കോപ്പർ അവൈലബിൾ ആയിട്ടുള്ള പീസസ് കുറച്ച് ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിക്കൽ ഷെയ്ഡായിരിക്കും നിങ്ങൾക്ക് കിറ്റിനകത്ത് ഉണ്ടാവുക കേട്ടോ. പിന്നെ സാറ്റിൻ റാപ്പ് ചെയ്തിട്ടുള്ള 3 ഹെയർ ബാൻഡ്സാണ് വരിക. സാറ്റിൻ റാപ്പ് ചെയ്ത ഹെയർ ബാൻഡ് എല്ലാവർക്കും ഒരു അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ടൈപ്പാണ്. അത് 3 പീസ് ഉണ്ടാവും. 2 ബ്ലാക്കും 1 ലാവൻഡറും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു ഗോൾഡൻ ഹെയർ ബാൻഡും കൂടെ വരുന്നുണ്ട്. അടുത്ത് വരുന്ന ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോളോഗ്രാഫിക് ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്തിട്ടില്ലേ, അതിന് വേണ്ടിയുള്ള സ്പേസർ ഞാൻ കവർന്നത് എടുത്ത് കാണിക്കുന്നില്ല. ഇതുപോലെ കവർന്ന് എടുത്ത് കാണിക്കുന്നില്ല, കവർന്ന് എടുത്ത് കാണിച്ച് പിന്നെയും ചിലപ്പോൾ അത് ആ ഒരു 8 mm നോർമൽ ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഹോളോഗ്രാഫിക് ബോ ബീഡ്സും ഒരു സിൽവർ സ്പേസറുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു സെറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മൾട്ടി കളർ സ്റ്റോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മൾട്ടി കളർ സ്റ്റോണിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ബബിൾ ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്പേസറും ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു ജെല്ലി ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ, ആ ഒരു ബീഡ്സ്. പിന്നെ പേസ്റ്റൽ ബീഡ്സിൻ്റെ ഹെയർ ബാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ മെറ്റീരിയൽസ്. പിന്നെ നമ്മുടെ ആ ഒരു ലാവൻഡർ ബോയിൽ നമ്മൾ ചെയ്തിട്ടില്ലേ മൾട്ടി കളർ ഫ്ലോ ബീഡ്സ് വെച്ചിട്ട്, ആ ബീഡ്സ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റോണ്, ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റോണ്, സിൽവറും സ്കൈ ബ്ലൂവും തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ വരിക ഈ ഫ്രോസ്റ്റ് ഫ്ലവറിൻ്റെ സ്റ്റോണും അതുപോലെ തന്നെ ഫ്ലവറും. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഫ്രോസ്റ്റ് ഫ്ലവറിൻ്റെ ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടായിരുന്നില്ലേ, അതിൽ ചെയ്യാൻ ഉപയോഗിച്ച ലീഫും
പിന്നെ നമ്മുടെ വയർ ഹെയർ ബാൻഡ്സിൽ നമ്മൾ എൻഡ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എൻഡ് ടൈപ്പിൻ്റെ ഒരു പീസ് ഉണ്ടാവും കേട്ടോ, 2 പീസായിട്ട് ഇതുപോലെ ഉണ്ടാവും, സിംഗിൾ പീസായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് 230 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഷിപ്പിംഗ് ഇല്ലാതെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 180 രൂപയാണ് വരുന്നുണ്ടാവും. 180, 185 ആ റേറ്റിൻ്റെ ഇടയിലാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സും സ്റ്റോൺസും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ്സാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിന് റീസെയിൽ ചെയ്യാം. വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗമ്മ് നമ്മുടെ അടുത്ത് വരുന്നത് 110 ml B7000 അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ B7000ൻ്റെ 25 ml അവൈലബിൾ ആണ് കേട്ടോ. 40 രൂപയാണ് അതിൻ്റെ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത്. അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. 25 ml ഗം അവൈലബിൾ ആണ്. നിങ്ങൾക്കത് 35 രൂപയ്ക്ക് കിറ്റിൻ്റെ ഒപ്പം പർച്ചേസ് ചെയ്യാം കേട്ടോ. അതല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ കിറ്റില്ലാതെ വാങ്ങുമ്പോൾ റേറ്റ് വരെ 40 രൂപയാണ് കേട്ടോ. ഒരുപാട് പേര് ചെറിയ ഗമ്മ കൊണ്ടുവരുമെന്ന് ചോദിച്ച കാരണമാണ് ആ ഒരു ഗമ്മ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് നിങ്ങൾക്ക് എത്ര റേറ്റിന് കൊടുക്കും. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഡബിൾ പോളിഷായിട്ട് വരുന്ന ബീഡ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഐറ്റമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഫ്ലവർ ബീഡ്സും ഈ സ്റ്റോണും ഇതും ഒരു 50-60 രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. എന്താ പറയുക, അത്ര ഓരോ ഐറ്റത്തിൻ്റെയും ക്വാളിറ്റിയും അതുപോലെ തന്നെ റേറ്റും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു കിറ്റ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഇൻഷാല്ലാ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓർഡർ എടുത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ 50 ഓർഡർ മാത്രമാണ് ഈ ഒരു കിറ്റിന് എടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കൺഫേം ചെയ്യുക. 230 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കിറ്റ് വരുന്നത് കേട്ടോ. താങ്ക്